ഹായ്, ഞാൻ ബോണിയാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ക്രെഡ് എന്ന ആപ്പിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ക്രെഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല, ഈ ആപ്പിൽ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്ക്സ് എല്ലാ തവണയും നമ്മുടെ ബില്ല് പേ ചെയ്യുമ്പോൾ ലഭിക്കുമെന്നുള്ളതാണ്. ഈ ആപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ മുകളിലായി. എല്ലാ തവണയും എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഞാൻ പേ ചെയ്തപ്പോൾ, ഈ ആപ്പ് യൂസ് ചെയ്ത് ഞാൻ പേ ചെയ്തപ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിനൊരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര ഒരു രസമുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഈ ആപ്പിൻ്റേത്. അപ്പോൾ ഇതാണ് ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ അഷ്യൂർഡ് ക്യാഷ് ബാക്ക്സ് ലഭിക്കും എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, പിന്നെ എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഈ ആപ്പ് പുതിയതായിട്ട് യൂസ് ചെയ്യുന്നൊരു ഒരു യൂസർ ആണെങ്കിൽ ഈ ആപ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ആപ്പിൽ കാർഡ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ന്യൂ കാർഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ HDFC ഒരു കാർഡ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കാർഡുകൾ നിങ്ങൾക്ക് എത്ര കാർഡുണ്ടോ അത്രയും കാർഡ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ മെമ്പേഴ്സിന് ആഡ് ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്രെഡിൻ്റെ ഒരു യൂസർ ആകണമെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 750 പോയിന്റ്സിന് മുകളിലായിരിക്കണം. ഇവർ നോക്കുന്നത് എക്സ്പീരിയൻ്റെ ക്രെഡിറ്റ് സ്കോർ ആണ്. അത് 750 മുകളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ 750 മുകളിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടോ എന്ന് അറിയാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ആപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അവരെ ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 750+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾ എല്ലാ തവണയും നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. നിങ്ങളുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് എത്രയാണെന്ന് ഈ ആപ്പ് പറയും. നിങ്ങൾ സ്പെൻഡിങ് പറ്റണം, അതായത് എവിടെയൊക്കെയാണ് നിങ്ങൾ പൈസ ചിലവാക്കിയേക്കുന്നതെന്ന് ഈ ആപ്പ് കാണിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഷോപ്പിങ്ങിന് ഇത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്യൂവൽ ചാർജ് ആയിട്ട് ഇത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഇത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൽ സ്പെൻഡിങ് പാറ്റേണുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ആപ്പിൻ്റെ ഞാൻ പറഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് ബാക്ക് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപയുടെ നിങ്ങളൊരു ബില്ല് പേ ചെയ്യുകയാണെങ്കിൽ 10,000 രൂപയുടെ ബില്ല് നിങ്ങൾ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് ഏകദേശം 10,000 കോയിൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ കോയിൻസ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഏകദേശം പറയുകയാണെങ്കിൽ 27,762 എൻ്റെ കോയിൻ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ 10,000 രൂപയുടെ ബില്ല് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 കോയിൻസ് കിട്ടുന്നു. ഈ കോയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ക്യാഷ് ബാക്സും അതുപോലെ തന്നെ ഇവരുടെ പല പ്രൊഡക്ട്സും വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്യാഷ് ബാക്സ് ലഭിച്ചത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പേയ്മെൻറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എനിക്ക് ഈ ആപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്യാഷ് ബാക്സ് നിങ്ങൾ നോക്കിയാൽ കാണാം. ക്യാഷ് ബാക്ക് ആയിട്ട് എനിക്ക് 48 രൂപ, 9 രൂപ, 6 രൂപ. അപ്പോൾ നമ്മൾ ഓരോ തവണയും നമ്മൾ ബില്ല് പേ ചെയ്യുമ്പോൾ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള തേർഡ് പാർട്ടി ആപ്സ് വഴിയോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് ബില്ല് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടായിട്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മളെല്ലാ തവണയും ബില്ല് അങ്ങോട്ട് പേ ചെയ്യുന്നു, നമുക്ക് തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു ആപ്പിൽ നമുക്ക് ക്യാഷ് ബാക്ക് എല്ലാ തവണയും അഷ്യൂർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പിൽ റെഫറൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ആപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത ഈ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഈ ആപ്പിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ്. അതായത് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ആപ്പിൽ നിങ്ങൾ സാധാരണ തേർഡ് പാർട്ടി ആപ്സ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് നിങ്ങൾ പൈസ അടയ്ക്കുകയാണെങ്കിൽ ആ എമൗണ്ട് നിങ്ങളുടെ കാർഡിൽ റിഫ്ലക്റ്റ് ആകാൻ വേണ്ടി ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ ക്രെഡ് എന്ന ആപ്പിൽ മിക്കവാറും ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ റിഫ്ലക്റ്റ് ആകും. പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. ബാക്കിയുള്ള ആപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് നോക്കാം. കാരണം എല്ലാ തവണയും ഇതിൽ നിന്ന് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നല്ല സേഫായ ഒരു ആപ്പുമാണ്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക.